ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു ഡൗട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ചില കമൻസിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷോൾഡർ ആം ഹോള്, ഇതാണ് എല്ലാവരുടെയും പ്രശ്നം. ഷോൾഡർ ഈസ് ഈക്വൽ ടു ആം ഹോളാണോ, അല്ലെങ്കിൽ ഷോൾഡറും ആം ഹോളും ഒരേപോലെയാണോ നമ്മൾ എടുക്കേണ്ടത്, അതെപ്പോഴാണ് ഒരുപോലെ വരുന്നത്, അത് ഒരുപോലെ വരുമോ, ഇതൊക്കെയാണ് നമ്മൾ ഒരുപാട് പേര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഷോൾഡർ ഈസ് ഈക്വൽ ടു ആം ഹോളാണോ ആണോ നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. എന്നാൽ ഷോൾഡർ ഈസ് ഈക്വൽ ടു ആം ഹോൾ വരുന്നൊരു കേസസ് ഉണ്ട്, പിന്നെ ഷോൾഡർ നോട്ട് ഈക്വൽ ടു ആം ഹോൾ വരുന്ന കേസസും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാം, ഒട്ടുമിക്ക ആൾക്കാർക്കും ഷോൾഡർ ചിലപ്പോൾ ആം ഹോൾ കറക്റ്റ് ആയിരിക്കും. എന്നാൽ അങ്ങനെ എടുക്കേണ്ടാത്ത സിറ്റുവേഷൻസ് വരും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അത് മനസ്സിലാവും. നമ്മളിപ്പോൾ ഷോൾഡർ എങ്ങനെ എടുക്കുക, ടേപ്പ് എടുത്തിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ നമുക്ക് ടോട്ടൽ എത്രയാണ് നമ്മൾ കിട്ടുന്നത് നോക്കും. അപ്പം ഞാൻ ദേ ഇവിടെ ഷോൾഡർ 14 ടോട്ടലായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ, 14. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? ഈ 14 തന്നെ നമ്മൾ മാർക്ക് ചെയ്യുമോ? ഇല്ല, നമ്മൾ മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിടുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസറാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ അതിൽ നിന്ന് 1/2 ഇഞ്ച് എന്തെങ്കിലും കുറച്ചിട്ടുണ്ടാവും അല്ലേ, അങ്ങനെയൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളിതാ ഇങ്ങനെ ഒരു മെഷർമെൻ്റ് എടുത്തു. ഇനി അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എടുക്കുന്ന നെക്കിൻ്റെ ഇറക്കം, പ്രത്യേകിച്ച് ബാക്ക് നെക്കിൻ്റെ ഇറക്കം. അപ്പം ഞാനതൊരു 12 ഇഞ്ചാണ് എടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര ഡെപ്തിലാണ് നമ്മൾ ആ നെക്ക് എടുത്തിട്ടുള്ളതെന്ന് മനസ്സിലായില്ലേ? ഒരു 12 അല്ലെങ്കിൽ ഒരു 10 അത്രയൊക്കെ നമ്മൾ എടുത്തു നെക്കിൻ്റെ ഇറക്കം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഷോൾഡർ നമ്മൾ ചെയ്യുന്നതാണ്, ഷോൾഡറിൽ നിന്ന് ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് കുറയ്ക്കും. എന്നാലേ നമുക്കത് ആ ഒരു പിടുത്തം കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ഷോൾഡറും മലന്നു പോകും, നെക്കും മലന്നു പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അതിൽ നിന്നൊരു 2 ഇഞ്ചോ 2.5 ഇഞ്ചോ കുറച്ചിട്ടാണ് ചെയ്യുക. ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. നമ്മൾ അതിൽ നിന്നൊരു 2 ഇഞ്ചെങ്കിലും കുറയ്ക്കും, എന്നാലേ അത്രയും ഇറക്കത്തിൽ നെക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു പിടുത്തം വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എത്ര ആൻസർ കിട്ടിയത്? 4.5 കിട്ടി. 7 ഇഞ്ചസിൽ നിന്ന് നമ്മൾ ആ ഒരു പിടുത്തത്തിന് വേണ്ടിയിട്ട് ഒരു 2.5 ഇഞ്ച് കുറച്ചു. നെക്ക് അത്ര ഇറക്കം എടുത്തത് കൊണ്ടിട്ട് നമ്മൾ 2.5 ഇഞ്ച് കുറച്ചപ്പോൾ നമുക്ക് 4.5 ഇഞ്ചെന്ന് കിട്ടി. ഇനി നമുക്കതൊരു ഫിഗറിലൊന്ന് വരച്ച് നോക്കാം. നമ്മൾ മെറ്റീരിയലിൽ വരയ്ക്കില്ലേ, അതേപോലെ ഇതാ നമ്മൾ ഷോൾഡർ 4.5 ഇഞ്ച് ഇതാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് നെക്കൊന്ന് ജസ്റ്റ് ആ ഒരു ഫിഗർ കംപ്ലീറ്റ് ആവാൻ വേണ്ടി മാത്രം നെക്കൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്, എന്നാലേ അതൊരു ഡ്രസ്സിൻ്റെ ആ ഒരു ഫിഗർ പോലെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതാ നെക്കിൻ്റെ ലൈനൊക്കെ വരച്ചു, ഉള്ളിലൊരു ജസ്റ്റ് ഒരു ഡിസൈനും വരച്ചു കൊടുത്തു. ഇനി നമുക്ക് വേണ്ടതാണ് നമ്മുടെ മെയിൻ ഐറ്റം, എന്താണ്? ആം ഹോൾ. ആം ഹോൾ നമ്മളപ്പോൾ എത്ര എടുക്കും? ഇപ്പോൾ പറഞ്ഞ് വന്ന ഒരു കണക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡർ ഈസ് ഈക്വൽ ടു ആം ഹോൾ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും? 4.5 താഴത്തോട്ട് 4.5 എടുക്കും. പക്ഷേ ഇത് ശരിയാവത്തില്ല. ഇത് അവിടെ നന്നായിട്ട് ടൈറ്റ് ആവാൻ, ആം ഹോൾ ശരിക്കും ടൈറ്റ് ആവാനുള്ളൊരു റീസണാണ് ഈ പറയുന്നത്. ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സൈസ്, ആ ഒരു സൈസ് അനുസരിച്ചിട്ട് നമ്മൾ 4.5 തന്നെ അവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോൾഡർ നോട്ട് ഈക്വൽ ടു ആം ഹോൾ, അതങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, ആ സിറ്റുവേഷൻസിൽ മാത്രം ഇതിങ്ങനെ വരും, ഷോൾഡർ നോട്ട് ഈക്വൽ ടു ആം ഹോൾ ആവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ചെസ്റ്റിൻ്റെ ഭാഗവും പിന്നെ നമ്മുടെ കൈക്കുഴിയുടെ അവിടെയൊക്കെ നല്ല ടൈറ്റ് വരും. നമുക്ക് ആ ഡ്രസ്സ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ കയറില്ലെന്നും വരും. മനസ്സിലായോ? അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഷോൾഡർ ആം ഹോൾ ഒരേ അളവ് എടുക്കാൻ പാടില്ല. ആം ഹോൾ മിനിമം 5.5 ഇഞ്ചെങ്കിലും വരണം. ഞാനവിടെ എഴുതിയപ്പോൾ ഷോൾഡർ എന്നായിപ്പോയി കേട്ടോ, ഞാൻ അതാണ് പിന്നെ ടെക്സ്റ്റ് ചെയ്ത് കയറ്റിയത്. ആം ഹോൾ മിനിമം 5.5 ഇഞ്ചെങ്കിലും നമുക്ക് വേണം, എന്നാലേ നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ പോർഷനും പിന്നെ ആം ഹോളൊക്കെ കറക്റ്റായിട്ടും ചെസ്റ്റിൻ്റെ പോർഷനൊക്കെ ചുളി ഒന്നും വരാണ്ടൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ ആം ഹോളും ഷോൾഡറും ഈക്വൽ ആണ്, അതങ്ങനെ കോൺസ്റ്റൻ്റ് ആണ് എന്നും പറഞ്ഞിട്ട് നമ്മൾ ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് വരും, ആ ഡ്രസ്സ് തന്നെ വെറുതെ മോശമായി പോകും. അപ്പോൾ ഇനി തയ്ക്കുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക, ആം ഹോൾ ഈസ് ഈക്വൽ ടു ഷോൾഡർ എപ്പോഴും ഒരുപോലെ അല്ല, അതെപ്പോഴും ഒരേപോലെ വരത്തുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഡൗട്ടുള്ള ടോപ്പിക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമുക്കത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.